നമസ്കാരം. പ്രധാന വാർത്തകൾ. പകരം ക്രമീകരണമൊരുക്കാം, തൽക്കാലം തുടരൂ. മിനി കാപ്പന് VC-യുടെ നിർദ്ദേശം. കേരള സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് തൽക്കാലം തുടരാൻ മിനി കാപ്പന് VC-യുടെ നിർദ്ദേശം. തന്നെ രജിസ്ട്രാർ ഇൻ ചാർജ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു മിനി കാപ്പന്റെ ആവശ്യം. പകരം ക്രമീകരണം ഒരുക്കാമെന്നും വൈസ് ചാൻസലർ മിനി കാപ്പന് ഉറപ്പു നൽകി. കേരള സർവകലാശാല രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മിനി കാപ്പൻ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിന് കഴിഞ്ഞ ദിവസം കത്തയച്ചിരുന്നു. പദവി ഏറ്റെടുക്കാൻ താൽപര്യമില്ലെന്നറിയിച്ചാണ് VC-ക്ക് കത്ത് നൽകിയത്. വിവാദങ്ങൾക്ക് താൽപര്യമില്ലെന്നും മിനി കാപ്പൻ VC-ക്ക് നൽകിയ കത്തിൽ പറഞ്ഞിരുന്നു. ആലത്തൂർ MP-യുടെ ബന്ധു ചേലക്കര ആശുപത്രി ജീവനക്കാരെ മർദ്ദിച്ച സംഭവം സ്ഥിരീകരിക്കുന്ന ശബ്ദരേഖ പുറത്ത്. 2 ആശുപത്രി ജീവനക്കാരെ മർദ്ദിച്ചുവെന്ന് ചേലക്കര താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സുനിൽകുമാർ പറയുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത്. ഔദ്യോഗികമായി പരാതി നൽകുന്ന കാര്യവും ശബ്ദരേഖയിലുണ്ട്. പിന്നീട് ഈ പരാതി പിൻവലിച്ചിരുന്നു. ചേലക്കര പോലീസിന് നൽകിയ പരാതി പിൻവലിക്കപ്പെട്ടതിന് പിന്നിൽ ഉന്നത ഇടപെടൽ എന്നാണ് ആരോപണം. പത്തനംതിട്ടയിൽ ഓടിക്കൊണ്ടിരിക്കെ ബൈക്കിന് തീപിടിച്ച് പൊള്ളലേറ്റ യുവാവ് മരിച്ചു. പത്തനംതിട്ട അങ്ങാടിക്കൽ തെക്ക് സ്വദേശി രാജനാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പറക്കോട് ബ്ലോക്ക് ഓഫീസിന് സമീപത്ത് വെച്ചാണ് രാജൻ ഓടിച്ചിരുന്ന ബൈക്കിന് തീപിടിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിയോടെ അറ്റകുറ്റപ്പണികൾക്കായി ബൈക്ക് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകവെയാണ് അപ്രതീക്ഷിത സംഭവമുണ്ടായത്. ബൈക്കിന് പെട്ടെന്ന് തീപിടിച്ചതോടെ രാജന് ബൈക്കിൽ നിന്ന് ഇറങ്ങാനായില്ല. ഇതോടെ ഗുരുതരമായി പൊള്ളലേൽക്കുകയായിരുന്നു. വിഭജിക്കയുടെ മരണം സമഗ്ര അന്വേഷണം വേണമെന്ന് CPIM. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശി വിഭജികയുടെയും മകളുടെയും മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ. ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടും. മകളുടെ മരണത്തിൽ CBI അന്വേഷണം ഉൾപ്പെടെയുള്ള ഉന്നതതല അന്വേഷണം വേണമെന്ന് വിഭജികയുടെ അമ്മ ശൈലജ പറഞ്ഞു. മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മാനസിക പീഡനത്തെ തുടർന്നാണ് മകൾ ആത്മഹത്യ ചെയ്തത്. വിഭജികയുടെയും മകൾ വൈഭവിയുടെയും മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്നും 2 മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കണമെന്നും ശൈലജ പറഞ്ഞു. നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്നും വിഭജികയുടെ അമ്മ വ്യക്തമാക്കി. 4 നില കെട്ടിടം തകർന്നു വീണു, വൻ അപകടം. ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നു. ഡൽഹി സീലംപൂരിൽ 4 നില കെട്ടിടം തകർന്നു വീണ വൻ അപകടം. ഒട്ടേറെ പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. 4 പേരെ രക്ഷപ്പെടുത്തിയതായി അഗ്നിരക്ഷാ സേന അറിയിച്ചു. ശനിയാഴ്ച രാവിലെയാണ് കെട്ടിടം തകർന്നു വീഴുന്നത്. വലിയ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ തകർന്നു വീണ കെട്ടിടമാണ് കണ്ടതെന്ന് പ്രദേശവാസി PTAയോട് പ്രതികരിച്ചു. തകർന്ന കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രദേശവാസികൾ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കി തിരച്ചിൽ നടത്തുകയാണ്.